സംസ്ഥാനത്തെ റോഡുകൾ ആകെ തകർന്നു കിടക്കുന്നു എന്നാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നടത്തുന്ന പ്രചരണം. എന്നാൽ എന്താണ് ഇതിലെ വസ്തുത? ഇത് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളിലൊന്നായ മാനവീയം വീഥി. നോക്കിയാൽ കാണാം ഇലക്ട്രിക് പോസ്റ്റുകളോ മറ്റ് കേബിളുകളോ ഡ്രൈനേജുകളോ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത്തരം റോഡുകളോട് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങൾക്ക്. നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലാണ് സ്മാർട്ട് റോഡ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും പൊതുജനങ്ങൾ പറയുന്നു. രാത്രിയെന്നോ പകലോ ഒന്നില്ല, നല്ല രീതിയിലുള്ള പണി തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും ആവശ്യമുള്ള റോഡ് തന്നെയാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. നല്ലൊരു വന്നേക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ കുറേ റോഡുകൾ ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ പണി നടക്കുന്നതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു 10-15 വർഷത്തേക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വരാത്ത തരത്തിൽ ഒരു പുതിയ സ്മാർട്ട് റോഡാണ് വരുന്നത്. സ്മാർട്ട് റോഡ് വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് പണി പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ പലയിടത്തും ഇടയ്ക്ക് ഈ ഡ്രൈനേജിന് വേണ്ടി കുഴിച്ചിട്ട് അവിടെ പല ഈ ഡ്രൈനേജിന് പൊന്തിക്കിടക്കും. എന്നിട്ട് പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് ആദ്യമേ കറക്റ്റ് ചെയ്ത് പോയെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം നമ്മളെടുത്ത് നോക്കിയാൽ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന തീരദേശ ഹൈവേ, ഇത്രയും സുന്ദരമായ ഒരു റോഡ് ഈ അടുത്ത കാലത്ത് നമ്മുടെ നഗരത്തിൽ പോലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മലയോര ഹൈവേ. പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് പോയാൽ ഞാൻ മിക്കവാറും തലശ്ശേരിയിലോട്ട് ബസ്സിൽ സഞ്ചരിക്കുന്ന, ട്രെയിനിലും ബസ്സിലും സഞ്ചരിക്കുന്ന ആളാണ്. ബസ്സിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം എന്ത് സുന്ദരമായ റോഡാണ് അവിടെ ഉള്ളത്. ആലപ്പുഴയൊക്കെ കടന്നു പോകുന്ന റോഡുകളെല്ലാം വളരെ സുന്ദരമായ റോഡുകളാണ്. അതുകൊണ്ട് ഈ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പണി കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. അത് ഈ പണി വളരെ വേഗത്തിൽ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയുണ്ട് വളരെ വേഗത്തിൽ തീരും. ഇതൊരു നല്ല റോഡായി വരും. ഇത് മുഴുവൻ പൂർത്തിയായി കഴിയുമ്പോഴേക്കും തിരുവനന്തപുരം നഗരത്തിൻ്റെ മോറ്റായ തന്നെ മാറിപ്പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് പ്രവർത്തികൾ നടക്കുന്ന ഇടങ്ങളിലൊന്നാണിത്. പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയ മാനവീയം, കലാഭവൻ മണി റോഡുകൾ പോലെ സ്മാർട്ടാവാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരത്തിന്റെ മറ്റു റോഡുകളും. പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനും RK കുമാറിനുമൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.